ചില ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ടോപ്പ് ലെവലിലെ ലീഡേഴ്സോ ഇങ്ങനെ പറയാറുണ്ട്, നമ്മളുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ഒന്നും തന്നെ അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഒന്നും തന്നെ ഓൺലൈനിൽ വിൽക്കാൻ പാടില്ല. അതായത് ആമസോണോ ഫ്ലിപ്കാർട്ടോ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ വിൽക്കാൻ പാടില്ല. ഇത് നിങ്ങളും മേ ബി ഒത്തിരി പേര് കേട്ടിട്ടുണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. മേ ബി ചെറിയ രീതിയിലുള്ള കമ്പനിയുടെ ബ്രോഷറിലൊക്കെ അങ്ങനെ അടിച്ചു വരുന്ന കുറെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ അത് ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ലീഡേഴ്സിന്റെ അല്ലെങ്കിൽ ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സിന്റെ ഒക്കെ വോയിസുകൾ, ടെക്സ്റ്റ് മെസ്സേജുകൾ സെപ്പറേറ്റ് പോസ്റ്റർ രൂപത്തിലൊക്കെ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള സെയിൽസ്, അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള സെയിൽസ് നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ അങ്ങനെ സെല്ല് ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ലീഡേഴ്സിന് പറയാൻ അധികാരമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പൊ ആ ഒരു ചോദ്യം ഒന്നാമതായിട്ട് അവിടെ ഇരിക്കട്ടെ. രണ്ടാമതായിട്ട് നമുക്ക് ഒരു കാര്യം നോക്കിയിട്ട് ആ ഒരു ചോദ്യത്തിലേക്ക് വരാം. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരുപാട് ആളുകൾ ബൾക്ക് പർച്ചേസ് ചെയ്തതിന് ശേഷം ഇതെന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ് ഓൺലൈൻ സെയിൽ എന്നുള്ളത്. അല്ലാതെ ഒരിക്കലും അവർക്ക് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ബാക്കിയുള്ള രീതിയിൽ വിൽക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ, റീറ്റെയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ, അത്രയും സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിൽക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. കാരണം മാർക്കറ്റിൽ അത്രയധികം കോമ്പറ്റീറ്റീവ് പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കെ നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മൾക്കൊരു പ്രോഫിറ്റ് കിട്ടത്തക്ക രീതിയിൽ കമ്പനിയുടെ തന്നെ MRP റേഞ്ച് അനുസരിച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് ആമസോണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആരും വാങ്ങിക്കാനുള്ള സാധ്യതയില്ല. അപ്പൊ ഇപ്പൊ നിലവിൽ എങ്ങനെയാണ് ഓൺലൈനിലൂടെ ആണെങ്കിലും വിൽക്കപ്പെടുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓൺലൈനിലൂടെ വിൽക്കപ്പെടുന്നത് വില കുറച്ചിട്ടാണ്, നല്ല രീതിയിൽ വില കുറച്ചിട്ടാണ്. അതായത് അവിടെ തന്നെയാണ് കമ്പനികളിൽ പലർക്കും ഒരു ഇഷ്യൂ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ കോമൺ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ വെൽനസ് ഓറിയന്റഡ് ആയിട്ടുള്ള, ഹെൽത്ത് റിലേറ്റഡ് പ്രൊഡക്റ്റുകൾ ഓറിയന്റഡ് ആയിട്ടുള്ള കമ്പനികളിലും ഗ്രോസറി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിലാണ് ആ ഒരു ഇഷ്യൂ മെയിൻ ആയിട്ട് കണ്ടുവരുന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഇഷ്യൂ ഇതാണ്, ഒരു കമ്പനിയെയും ആ ഒരു ടീമിനെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ ഇഷ്യൂ ഇതാണ്. ബൾക്ക് പ്രൊഡക്റ്റുകൾ വില കുറച്ചിട്ട്, അതായത് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ വിൽക്കുന്നതിനേക്കാൾ കുറവ് വിലയിൽ അവൈലബിൾ ആണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ. അപ്പൊ ഇത് ഒരു പ്രോസ്പെക്റ്റിന്റെ അടുത്ത് നമ്മൾ പോയിട്ട് പ്ലാനൊക്കെ പറയുമ്പോൾ അവർ മേ ബി ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കുന്ന സമയത്ത് ഇതിന് വില കുറവാണല്ലോ അവിടെ, പിന്നെ എന്തിനാണ് അതിനേക്കാൾ വില കൂടിയ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. അപ്പൊ നമ്മൾ സൈറ്റൊക്കെ എടുത്ത് നോക്കും, ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ കയറി നോക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവർ ബൾക്കായിട്ട് എടുത്തിട്ട് അവർ അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്കായിട്ടാണ് അവർ വില കുറച്ചിട്ട് അവിടെ സെല് ചെയ്യുന്നത്. അപ്പൊ ആമസോണിന് ഇതിനെന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ ആമസോണിൽ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊന്നും വിൽക്കരുതെന്ന് പറയാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും വേറെ വിഷയമാണ്. അത് നമ്മൾക്ക് ഒന്ന് ചർച്ച ചെയ്യാം. അപ്പൊ ഇതാണ് ആ ഒരു ഇഷ്യൂ. അതുകൊണ്ടാണ് ലീഡേഴ്സും കമ്പനിയും പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റുകളൊന്നും തന്നെ ഓൺലൈനിൽ സെല്ല് ചെയ്യരുത് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെതിരെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ടീമിനെ കൊണ്ട് ഒരിക്കലും ഒരു കമ്പനിയുടെയും ഒരു ടീമിനെ കൊണ്ടും അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പേഴ്സണെ കൊണ്ടും ബൾക്ക് പർച്ചേസ് ചെയ്യിപ്പിക്കാതിരിക്കുക. അവർക്ക് വിൽക്കാൻ വേണ്ടി പറ്റുന്ന, അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങൾ മാത്രം പർച്ചേസ് ചെയ്യിപ്പിക്കുന്ന ഒരു മെത്തേഡിലേക്ക് നമ്മൾ മാറണം. ഇതാണ് പ്രാക്ടിക്കലി ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം. അല്ലാതെ വേറൊരു വഴിയുമില്ല. ആ വഴി ഇല്ല എന്ന് പറയാൻ കാരണം എന്താണെന്നുള്ളത് നമുക്ക് ഇനി വഴിയെ നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടംപോലെ ബൾക്ക് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഒരിക്കലും അവസാനിക്കാനും പോകുന്നില്ല. അപ്പൊ നമുക്ക് കാര്യങ്ങൾ നോക്കാം. ഈ ഒരു വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ചോദിച്ച ആ ഒരു ചോദ്യത്തിലേക്ക് തന്നെ വരാം. അതായത് ഒരു കമ്പനിക്ക് ഇങ്ങനെ പറയാൻ അധികാരമുണ്ടോ, നമ്മുടെ പ്രൊഡക്റ്റുകളൊന്നും തന്നെ ഓൺലൈനിലൂടെ നിങ്ങൾ റീറ്റെയിൽ ചെയ്യാൻ വേണ്ടി പാടില്ല, ഓൺലൈനിൽ സെയിൽ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളത്. ഒരിക്കലും ഒരു കമ്പനിക്കും, ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്കും അല്ലെങ്കിൽ പുറമേ നിൽക്കുന്ന ഒരു കമ്പനിക്ക് പോലും, നോർമൽ മാർക്കറ്റിലുള്ള കമ്പനികൾക്ക് പോലും ഇങ്ങനെ തന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് പറയാൻ വേണ്ടിയിട്ട് അധികാരമില്ല. ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് സാലറീഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ വേറെയാണ്. പക്ഷെ ഒരു കമ്പനിയിൽ നിന്ന് പണം കൊടുത്ത് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ള ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള റൂളും കാര്യങ്ങളൊക്കെ പണ്ട് തൊട്ടേ ഇവിടെ ഉള്ളതാണ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ. ആ ഒരു വ്യക്തി വാങ്ങിച്ച സാധനം അയാൾക്ക് തീരുമാനിക്കാം ഏത് പ്ലാറ്റ്ഫോമിൽ എങ്ങനെ വിൽക്കണം, ഏത് വിലയിൽ വിൽക്കണം എന്നുള്ളത്. അത് വിൽക്കാൻ പാടില്ല എന്ന് പറയാനോ നോട്ട് ഫോർ ഓൺലൈൻ സെയിൽസ് എന്ന് പ്രൊഡക്റ്റിൽ രേഖപ്പെടുത്തിയത് കൊണ്ട് അതൊന്നും വിൽക്കാൻ പാടില്ല എന്നുള്ള രീതിയിലോ ഒരു നിയമങ്ങളോ കാര്യങ്ങളോ ഇന്ന് നമ്മുടെ നാട്ടിലില്ല. ഒരു കൺസ്യൂമറിന്റെ, ഒരു ഉപഭോക്താവിന്റെ ഇഷ്ടമാണ് അവൻ പൈസ കൊടുത്ത് വാങ്ങിച്ച ഉൽപ്പന്നങ്ങൾ എവിടെ വിൽക്കണം, എത്ര വിലക്ക് വിൽക്കണം എന്നുള്ളത്. അപ്പൊ അത് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു കമ്പനിക്കോ ഒരു ലീഡർക്കോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള അധികാരമില്ല. ഇനി മേ ബി കമ്പനിയോ ലീഡറോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആ വ്യക്തി തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ ലിബിൻ എന്ന് പറയുന്ന വ്യക്തി തീരുമാനിക്കുകയാണ് ഞാൻ ഇത് ഓൺലൈനിൽ വിൽക്കും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ ചലഞ്ച് ചെയ്യാനോ അതിന്റെ പേരിൽ ID ക്യാൻസൽ ആക്കാനോ അതിന്റെ പേരിൽ സൈറ്റ് ട്രാൻസ്ഫർ ചെയ്യാനോ അതിനേക്കാൾ വലിയൊരു കുറ്റമായിട്ട് കമ്പനിയുടെ തലയിൽ തന്നെ വന്ന് പതിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ ഈ ഒരു കാലഘട്ടം. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ പ്രാക്ടിക്കൽ ലൈഫിൽ നിങ്ങൾക്ക് പല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിക്കുന്നു. അതിനനുസരിച്ച് ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. കാരണം ഇത്തരം അൺഎത്തിക്കൽ ട്രേഡ് പ്രാക്ടീസസ് പല ആളുകളും അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ
പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ മാർക്കറ്റിൽ കാണാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വ്യക്തമായിട്ട് ഇതാണ് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ, പ്രോപ്പർ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി. രണ്ടാമത് അതിന്റെ ഇടയിൽ പറഞ്ഞ കാര്യമാണ് ഇതിനെതിരെയുള്ള ഒരു സൊല്യൂഷൻ എന്താണ് അല്ലെ. അപ്പോ ബൾക്ക് പർച്ചേസ് ചെയ്യിപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആളുകളുടെ തലയിൽ സാധനങ്ങൾ കെട്ടിവെക്കാതിരിക്കുക, അവർക്ക് റീറ്റെയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങൾ മാത്രം വാങ്ങിപ്പിക്കുന്ന ഒരു കൾച്ചറിലേക്ക് മാറുക. ഇതാണ് പ്രാക്ടിക്കൽ സൊല്യൂഷൻ. അല്ലെങ്കിൽ പിന്നെന്താ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അത് പറയാൻ യാതൊരു അധികാരവും ഇല്ല, അത് പറയാതിരിക്കുക. നിങ്ങൾ ബൾക്ക് പർച്ചേസ് ചെയ്യിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി എന്തോ ചെയ്തോട്ടെ, അതിൽ നിങ്ങൾ ഇടപെടാതിരിക്കുക. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റിൽ വേറെയും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ നേരിട്ട് അറിവുള്ള ഒരു വിഷയം കൂടിയാണത്. അതായത് ഒരു വ്യക്തി ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു, അത് ഓൺലൈനിലാണ് വാങ്ങിച്ചത്. ഒരു ഉപഭോക്താവ് നോർമൽ ഡയറക്റ്റ് സെല്ലിംഗിൽ ഒന്നിനും അറിയാത്ത, ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു വ്യക്തി ഇന്ന കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ഓൺലൈനിലൂടെ വാങ്ങിച്ചു. അത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ വ്യക്തിക്ക് അത് മനസ്സിലായി, അത് പല രീതിയിലും അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ വ്യാജമായിരുന്നു, അല്ലെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഗുണവും ഇല്ല, അതിൽ ക്വാണ്ടിറ്റി വളരെ കുറവാണ്, അതിൽ വേറെ എന്തൊക്കെയോ മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് ഡ്രിങ്ക്സ് ആയിക്കോട്ടെ പൗഡർ ഫോമിലുള്ള കാര്യങ്ങളായിക്കോട്ടെ ആ രീതിയിൽ. അപ്പൊ ഇതെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് അറിയാത്തൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ പ്ലാറ്റ്ഫോം, അതിൽ ഒരുപാട് ബയേഴ്സ് സെല്ലേഴ്സ് എല്ലാം കടന്നു വരുന്നതാണ് അല്ലെ, ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സെല്ലേഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ അത്രയും ആക്യുറേറ്റഡ് ആയിട്ട് അത്രയും ട്രസ്റ്റ് വർത്തി ആവണമെന്നില്ല അല്ലെ. ആമസോൺ ഓതറൈസ്ഡ് എന്നുണ്ടെങ്കിൽ പിന്നെ ഓക്കെയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിനെ കറക്റ്റ് വിളിക്കാനും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് കാര്യങ്ങൾ ആ രീതിയിലൊക്കെയാണ് വരുന്നതെങ്കിൽ പിന്നെ നമുക്ക് ഓക്കെയാണ്. ഇത് നമ്മൾ കാണാതെ നമുക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്, അത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഡയറക്റ്റ് സെല്ലിങ്ങിലാണെങ്കിലോ, നിങ്ങളൊരു ഡയറക്റ്റ് സെല്ലിൽ എടുക്കുന്നതാണ് ഒരു ഉപഭോക്താവ് വാങ്ങിക്കുന്നെങ്കിലോ, തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ID കാർഡ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും, ഇന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്, കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ടും നല്ല ക്വാളിറ്റിയുള്ള ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി പറ്റും. പക്ഷെ ഓൺലൈനിലാകുമ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് ഉൽപ്പന്നങ്ങൾക്ക് യാതൊരു രീതിയിലെ ഗ്യാരണ്ടിയും കിട്ടില്ല, യാതൊരു ക്വാളിറ്റിയും ഉണ്ടാവണമെന്ന് ഉറപ്പില്ല എന്നൊരു കാര്യമാണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഉപഭോക്താവ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓൺലൈനിലൂടെ സെല്ല് ചെയ്യരുത് എന്ന് പറയാൻ കമ്പനിക്കോ ലീഡേഴ്സിനോ യാതൊരു രീതിയിലുള്ള അധികാരവുമില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരു വ്യക്തി അത് ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്തതിന്റെ പേരിൽ ID ക്യാൻസൽ ആക്കുക, ഇൻകം കട്ടാക്കുക, സൈറ്റ് ട്രാൻസ്ഫർ ആക്കുക, ഇങ്ങനെയുള്ള അണത്തിക്കൽ കാര്യങ്ങളൊന്നും തന്നെ ഒരു കമ്പനി ലീഡറും മുൻകൈ എടുത്ത് ചെയ്യരുത്. നിങ്ങൾ പെട്ടിരിക്കും. കാരണം ആ കാര്യങ്ങളാണ് ഇനി വരാൻ വേണ്ടി പോകുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ നല്ല രീതിയിൽ റൂൾ അനുസരിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റ് ഇൻഡസ്ട്രി എന്താണോ വേണ്ടത്, ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണോ അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. ആമസോണും ആമയും തമ്മിൽ നടന്ന ഒരു കേസും കൂടെ ഞാൻ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതിൽ ആമസോണിന് അനുകൂലമായിട്ടാണ് വിധി വന്നിട്ടുള്ളത്. എന്തായിരുന്നു ആ ഒരു കേസ്? ആമയുടെ പ്രൊഡക്റ്റുകൾ ആമസോണിൽ വിൽക്കാൻ പാടില്ല, അതിനുള്ള അധികാരം ആമസോണിലില്ല. ആ രീതിയിൽ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടായിരുന്നു കേസ് വന്നത്. കോടതി വിധിയിൽ എന്താ വന്നിട്ടുള്ളത്? അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഏത് പ്രൊഡക്റ്റുകളും ആമസോണിൽ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരമുണ്ട്. ഇപ്പോൾ ടോട്ടലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് കോമൺ ആയിട്ട് പറയാം, ബ്ലഡ്, ഓർഗൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ച് വേറെ എന്ത് പ്രൊഡക്റ്റുകളും ആമസോണിൽ വിൽക്കാം. അത് വിൽക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് അതിൽ ഓതറൈസ്ഡ് ആവുന്ന ആളുകളാണ്, സെല്ലേഴ്സ് ആണ് കേട്ടോ. അല്ലാതെ ഒരു കമ്പനിക്കോ ഒരു ലീഡർക്കോ അല്ലെങ്കിൽ സംതിങ് ഒരാൾക്കോ അങ്ങനെ വന്നിട്ട് പറയാൻ വേണ്ടി പറ്റുന്ന അധികാരം പോലും ഇല്ല. ഇനി അഥവാ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആ വ്യക്തിയുടെ ഇഷ്ടം പ്രകാരം ആ വ്യക്തി അത് ചെയ്തു കഴിഞ്ഞാൽ യാതൊരു രീതിയിലെ നിയമ നടപടികളും ആ വ്യക്തിക്കെതിരെ എടുക്കാൻ ഒരു കമ്പനിക്കോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ അനുമതിയില്ല, അല്ലെങ്കിൽ അതിൽ റിസൾട്ട് കിട്ടില്ല എന്നുള്ളതാണ് വീണ്ടും ഒപ്പിക്കേണ്ടത്. അപ്പൊ ഇതെന്തിനാ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ഇനിയുള്ള കാലഘട്ടത്തിൽ ഇതൊന്നും മനസ്സിലാക്കാതെ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ പറയുന്നു എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിന്റെ നാണക്കേട് വരിക. നിങ്ങളുടെ നോളജാണ് ഇടിയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റെപ്യൂട്ടേഷൻ ആണ് ഇടിയുന്നത്. വെറുതെ പറഞ്ഞിട്ട് ആളുകളുടെ മുമ്പിൽ നാണം കെടാൻ നിൽക്കരുത്, കൊച്ചാവാൻ നിൽക്കരുത്. അപ്പോൾ കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള നോളജ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുക. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.